ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും അതിഥിനി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ മുതൽ ഞാൻ ടി വിയിലല്ല ഞാനല്ല അതിൽ നോക്കിയിരിക്കുമായിരുന്നു. പ്രധാനപ്പെട്ട നമ്മുടെ കേരളത്തിൻ്റെ ഒരു കമ്മീഷൻ ചെയ്യുന്ന ദിവസമല്ലായിരുന്നു എന്ന് വിഴിഞ്ഞം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അവിടെ പോയിട്ടുണ്ട് വിഴിഞ്ഞത്ത്. അന്ന് അതൊക്കെ പോയി കണ്ടിരുന്നു. പക്ഷേ ഇന്ന് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് ടി വി കൂടെ കണ്ട നമ്മുടെ പ്രൈം മിനിസ്റ്ററും മുഖ്യമന്ത്രി എല്ലാവരും കൂടി ചേർന്ന് അത് കമ്മീഷൻ ചെയ്ത ദിവസമായിരുന്നു. അവരെ അങ്ങനെ ഹെലികോപ്റ്റർ നരേന്ദ്രമോദി ആന്ധ്രയിലോട്ട് ഞാൻ യാത്ര അയച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസിലോട്ടും പോയി. അങ്ങനെ എല്ലാവരും യാത്രയാക്കിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടാൻ വന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ 1% ആയതേ ഉള്ളൂ. ഇനി ഒരുപാട് ഘട്ടങ്ങളുണ്ട്. അതെല്ലാം എളുപ്പം തന്നെ അത് പൂർത്തീകരിക്കാൻ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. വരുന്ന ഏത് സർക്കാരായാലും അത് ഇപ്പം ചെയ്തതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ. അപ്പോൾ അത് എല്ലാവരും രാഷ്ട്രീയമെല്ലാം മറന്നു വെച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, സമ്പദ് വ്യവസ്ഥയ്ക്ക് വേണ്ടി, നമ്മുടെ കേരളത്തിൻ്റെ ഒരു ബൃഹത് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് അത് പൂർത്തീകരിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയുന്നു. അതുപോലെ നമ്മുടെ ഉമ്മൻചാണ്ടി സർക്കാരിനെ മറക്കാൻ പാടില്ല. അദ്ദേഹത്തിന് ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു. അതുപോലെ എല്ലാവരെയും ഞാൻ ഓർക്കുവാണ് ഈ അവസരത്തിൽ. അപ്പോൾ ഇന്ന് ചേച്ചി പറയാൻ വരുന്നത്, ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 27 നക്ഷത്രത്തിൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ അവിടെ നമ്മൾ വിഴിഞ്ഞത്തെ കാര്യത്തിൽ നമ്മൾ സന്തോഷിച്ചപ്പോൾ നമ്മുടെ നക്ഷത്രക്കാരുടെ ഇടയിൽ നമുക്ക് ബാക്കി പറയാനുള്ള, കഴിഞ്ഞ പ്രാവശ്യം ചേച്ചി തൃക്കേട്ടയായിരുന്നു പറഞ്ഞിരുന്നത്, ഇന്ന് പറയാൻ പോകുന്നത് മൂല നക്ഷത്രത്തിൻ്റെ കാര്യമാണ്. അപ്പോൾ മൂല നക്ഷത്രക്കാരുടെ ഉപാസനമൂർത്തി എന്ന് പറയുന്നത് സുബ്രഹ്മണ്യനാണ്. അവരുടെ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് 7ആണ്. അവരുടെ ഭാഗ്യ ദിവസം എന്ന് പറയുന്നത് ബുധനാഴ്ചയാണ്. അവരുടെ ഭാഗ്യ കളർ എന്ന് പറയുന്നത് ചുവപ്പ് മഞ്ഞയാണ്. അവർ ധരിക്കേണ്ടുന്ന രത്നം എന്ന് പറയുന്നത് വൈഡൂര്യമാണ്. ഒന്നും കൂടെ പറയാം. മൂലനക്ഷത്രക്കാരുടെ ഉപാസനാമൂർത്തി എന്ന് പറയുന്നത് സുബ്രഹ്മണ്യനാണ്. അവരുടെ ഭാഗ്യ സംഖ്യ എന്ന് പറയുന്നത് 7ആണ്. അവരുടെ ഭാഗ്യ ദിവസം എന്ന് പറയുന്നത് ബുധനാഴ്ച. ഭാഗ്യ കളർ എന്ന് പറയുന്നത് ചുവപ്പ് മഞ്ഞ. അതുപോലെ ഭാഗ്യരത്നം എന്ന് പറയുന്നത് വൈഡൂര്യമാണ്. അതുകൊണ്ട് എല്ലാവരും അവരവരുടെ ഉപാസനമൂർത്തികളെ ആരാധിക്കാനും, എന്ന് ചൊല്ലി ബാക്കിയുള്ള ദൈവങ്ങളെ ആരാധിക്കേണ്ടെന്നല്ല, എല്ലാവരെയും ആരാധിക്കാം. എന്നാലും നമ്മുടെ മൂർത്തികളെ ആരാധിക്കുക. അതുപോലെ തന്നെ നമുക്കിഷ്ടപ്പെട്ട നമ്മുടെ ഭാഗ്യ നമ്പരായ 7 വരുന്ന ബൈക്ക് എടുക്കുകയും ലോട്ടറി എടുക്കുകയും എല്ലാം അത് ചെയ്യുക. എന്തെങ്കിലും എക്സാമിനോ എന്തെങ്കിലും ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ നമ്മുടെ ഭാഗ്യ കളറായ ചുവപ്പും മഞ്ഞയും കളർ കോമ്പിനേഷനായ എന്തെങ്കിലും ഷർട്ടോ എന്തെങ്കിലും ഇട്ടുകൊണ്ട് പോകാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ കല്ല് വൈഡൂര്യ കല്ലൊക്കെ വൈഡൂര്യ രത്നമൊക്കെ ഇടാൻ ശ്രമിക്കുക. അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖങ്ങളെല്ലാം കുറച്ച് മാറി നമുക്കൊരു കുറച്ച് സുഖമുള്ള ജീവിതം വരുമായിരിക്കും. അതുമല്ല മൂലനക്ഷത്രക്കാർക്കൊക്കെ ഒപ്പിച്ചിട്ട് നല്ല സമയം തോന്നുന്നു അല്ലേ? പിന്നെ ഏത് നക്ഷത്രക്കാരായാലും നമുക്ക് ഈ രാഹു, കേതു, ശുക്രൻ, ബുധൻ, ഇതുപോലുള്ള ശനിദശ, ഏഴരശനി, പാദശനി ഇതെല്ലാം അനുഭവിച്ചേ പറ്റത്തുള്ളൂ. അത് ചിലവർക്ക് മുമ്പേ ആയിരിക്കും, ചിലവർക്ക് പുറകെ ആയിരിക്കും. അതുകൊണ്ട് ആരും ഒന്നും വിഷമിക്കേണ്ട കേട്ടോ. പക്ഷേ ഇതിനകത്തൊക്കെ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു നാളുണ്ട്. ഏതാണ്ടെന്നറിയണ്ടേ? ചതയം. 1000 പേർക്ക് തുല്യമാണെന്നാണ് പറയുന്നത് ഈ ചതയ നക്ഷത്രം എന്ന് പറയുന്നത്. ആ ചതയ നക്ഷത്രം ഉള്ളവരെന്ന് പറയുന്നത്. പക്ഷേ എന്ത് ചെയ്യാൻ, അവരെന്നും ചതഞ്ഞ് കിടക്കത്തേ ഉള്ളൂ. ഇതുപോലൊരു നക്ഷത്രം ഞാൻ അത് ഞാൻ ചതയാണേ, അതുകൊണ്ടാണേ പറഞ്ഞത്. അപ്പോൾ ചേച്ചി പറഞ്ഞതുപോലൊക്കെ എല്ലാവരും ചെയ്യണം. നിങ്ങൾക്ക് ഇനി ഈ ഒരു 25 വർഷം ഇതുവരെ നിങ്ങൾ ദുഃഖം അനുഭവിച്ച് നിങ്ങൾക്കൊരു നല്ല നന്മ നിറഞ്ഞ ദിവസം വരട്ടെ എന്ന് ചേച്ചിയും പ്രാർത്ഥിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കണമെന്ന് ആമത്തി കൊടുത്തു കഴിഞ്ഞാൽ ചേച്ചി ഇടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ചേച്ചി പോയിട്ട് നാളെ വേറൊരു വീഡിയോ കൊണ്ടുവരാം. അതുവരെ